ഏതായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ താരേക്കാട് ഭാഗത്താണ് ഉള്ളത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ചേട്ടാ, നിശബ്ദ പ്രചാരണമാണെങ്കിൽ അത്ര നിശബ്ദം അല്ലാന്ന് തോന്നുന്നല്ലേ പാലക്കാടിന്റെ ഉള്ളിൽ? അല്ല, ഞങ്ങള് തിളച്ച മറിയല്ലേ പാലക്കാട്. ഇന്ന് എങ്ങനെയൊക്കെയാണ് നമ്മുടെ നിശബ്ദ പ്രചാരണ ദിവസം? എങ്ങനെയൊക്കെയാണ് ഇന്ന് പ്രചാരണം? ഇന്ന് കാലത്ത് മുനിസിപ്പൽ പരിധിയിലും ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തുകളിലുമാണ് ഇന്നത്തെ പ്രചരണം. തിരക്കിട്ട ഓട്ടമാണ്. അതെ, പരമാവധി ആളുകളെ ഇന്ന് നേരിൽ കാണണം എന്നുള്ളതിലാണ്. വിട്ടുപോയ കഴിഞ്ഞ 25 ദിവസത്തെ ക്യാമ്പയിനിടയിൽ വിട്ടുപോയ പ്രദേശങ്ങൾ, ചില പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ എത്തുക, വോട്ടർമാരെ നേരിൽ കാണുക, വോട്ട് അഭ്യർത്ഥിക്കുക. പിന്നെ പാലക്കാട്ട് വോട്ടർമാരുമായിട്ട് ഒരു ഹൃദയബന്ധമുണ്ട്. മറ്റു സ്ഥാനാർത്ഥികളെ പോലെ എനിക്ക് ഓപ്പൺ ജീപ്പിൽ കൈവീശി പോകാൻ കഴിയില്ല. അവരോട് നേരിട്ട് എൻ്റെ കുടുംബത്തിലൊരു കല്യാണം ക്ഷണിക്കുന്നത് പോലെ നേരിട്ട് കണ്ട് അവരോട് വ്യക്തിപരമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടേ കൊട്ടിക്കലാശം കഴിഞ്ഞതോടുകൂടി ആത്മവിശ്വാസം ഇരട്ടിയായോ? എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ തുടക്കത്തിലെ ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരു സമയത്തും ഒരു നിമിഷത്തിലും യാതൊരു കുറവും വന്നിട്ടില്ല. എന്തെല്ലാം ദുഷ്പ്രചാരണങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതെല്ലാം മണിക്കൂറുകളുടെ ആയുസേ ഉള്ളൂ എന്നുള്ളത്. അത്ര ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചോളം ഭൂരിപക്ഷം എത്രയെന്ന് തീരുമാനിക്കാൻ അത് മാത്രം അറിയേണ്ട ആവശ്യമില്ല. ഒരു കണക്ക് ചോദിക്കുന്നതിലൊരു അഴുത്തിക്കുറവുണ്ട്. എന്നാലും ഇപ്പോൾ ഞങ്ങൾ 5 അക്കത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഞങ്ങൾ ഇത്തവണ സംഖ്യയല്ല, 5 അക്കത്തിൽ കൂടുതൽ ഭൂരിപക്ഷം. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നിശബ്ദ പ്രചാരണ ദിവസവും വലിയ തിരക്കിട്ട ഓട്ടത്തിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥി ഉള്ളത്. MS സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.